ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഹലോ, മാഡത്തെ ഷൂട്ട് ചെയ്ത ആളെ കിട്ടിയിട്ടുണ്ട്. മാഡം എന്നൊന്ന് ഐഡന്റിഫൈ ചെയ്യണം. ശരി. ഓക്കെ മാഡം. എന്നെ ഷൂട്ട് ചെയ്ത ആളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന്. ആരാള്? അറിയില്ല. ഞാൻ ചെന്ന് ഐഡന്റിഫൈ ചെയ്യണമെന്ന്. ഞാനും വരാം. അതാരാണെന്ന് എനിക്കൊന്നും അറിയണല്ലോ. എന്റെ പെണ്ണിനെ വെട്ടിവെക്കാൻ മാത്രം ചങ്കുറപ്പുള്ളവനെ എനിക്കൊന്ന് കാണണം. ശരിക്കൊന്ന് കാണണം. അപ്പാ, നമ്മുടെ പ്ലാനുകളെല്ലാം വർക്കായി. നമ്മൾ പറഞ്ഞു കൊടുത്ത രീതിയിൽ തന്നെ പോലീസ് ചെമ്പല്ലി പൊക്കി. അപ്പൊ ഞാനീ പറയുന്നത് കേൾക്കുന്നില്ലേ? കേട്ടു. ചെമ്പല്ലിയെ നമ്മൾ പറഞ്ഞ പ്രകാരം പോലീസ് അറസ്റ്റ് ചെയ്തു. അത് എനിക്കും നിനക്കും ചെമ്പല്ലിക്കും അറിയാവുന്ന കഥ, പോലീസുകാർക്ക് അറിയാൻ പാടില്ലാത്തതുമായ കഥ. ഇതോടെ കളക്ടർ വെടിവെച്ച അന്വേഷണത്തിന് അവസാനമാവുകയാ. നമുക്ക് മുന്നിലുണ്ടായിരുന്ന വലിയൊരു തലവേദനയാ ഒഴിഞ്ഞു നീങ്ങിയത്. തലവേദന ഒന്നും അങ്ങനെ പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല ആന്റണി. അതിപ്പോ അല്പം കൂടിയിട്ടേ ഉള്ളൂ. അപ്പന്റെ മനസ്സിൽ എന്തോ ഉണ്ടല്ലോ. എന്താ അപ്പ? നമുക്ക് മുന്നിൽ മറ്റെന്തെങ്കിലും കടമ്പയുണ്ടോ? ഉണ്ട്. ഡെയ്സി. ഇനി അതിലെന്ത് തീരുമാനം എടുക്കാൻ? അവളാ ഒരുമ്പെട്ടവന്റെ പിന്നാലെ പ്രേമം മൂത്ത് പോവെന്ന് പറഞ്ഞിരിക്കല്ലേ? അങ്ങനെ അവളെ നമുക്കങ്ങനെ ഒഴിവാക്കി വിടാൻ പറ്റുമോ ആന്റണി? കുട്ടികൾ അമ്പലപ്പറമ്പിലും പള്ളിപ്പറമ്പിലും ചെല്ലുമ്പോ പല കളിപ്പാട്ടങ്ങളും ആവശ്യപ്പെടും. നമ്മളപ്പോ എന്താ ചെയ്യുക? എല്ലാം വാങ്ങി കൊടുക്കുകയാണോ? അല്ലല്ലോ. മറ്റെന്തെങ്കിലും വില കുറഞ്ഞ സാധനങ്ങൾ കാണിച്ചിട്ട് വില കൂടിയ കളിപ്പാട്ടങ്ങളിൽ നിന്ന് കുട്ടികളുടെ ശ്രദ്ധ തിരിച്ചു മാറ്റും. എടാ, അങ്ങനെ ഒരു തിരിച്ചുമാറ്റൽ ഇവിടെ ആവശ്യമാണ്. ഡെയ്സി അറിയാതെ അവരുടെ കാര്യത്തിൽ അവളും അവര് രണ്ടുപേരും അറിയാതെ ഒരു ട്വിസ്റ്റ് സംഭവിക്കണം. അപ്പൻ ഇങ്ങനെ സസ്പെൻസ് ഇടാതെ മനസ്സിലുള്ളത് എന്താന്ന് വെച്ചാ പുറത്തേക്ക് ഇടപ്പാ. ചെമ്പല്ലിയെ പൊക്കാൻ പോയ ടീമിൽ നമ്മുടെ ആൾക്കാരില്ലേ? ഉണ്ട്. അതുകൊണ്ടാണല്ലോ അപ്പ കാര്യങ്ങൾ അറിയുന്നത്. എങ്കിൽ ചെമ്പല്ലിയുടെ കാര്യത്തിൽ ചില കാര്യങ്ങൾ കൂടി വിളക്കി ചേർക്കാനുണ്ട്. അതവനെ കോടതിയിൽ കൊണ്ടുപോകുന്നതിന് മുൻപ് അവനിലേക്ക് അത് അടിച്ചേൽപ്പിക്കുകയും വേണം. അതൊക്കെ ചെയ്യിക്കാം. പക്ഷെ എനിക്ക് മനസ്സിലാവാത്തത് ചെമ്പല്ലിയുടെ കാര്യത്തില് ഡെയ്സിയെ കണക്ട് ചെയ്യുന്നത് എന്തിനാണെന്ന്. ഉണ്ട്, പറയാം. അതെ, കഞ്ഞി എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പനും മോനും സമയമെങ്കിൽ വന്ന് കഞ്ഞി കുടിക്കാം. ഓ, ഒരുതരം മേളിലോട്ട് കെട്ടിയെടുക്കാനുള്ള സമയം നിശ്ചയിച്ചോണ്ടിരിക്കുമ്പോൾ അവളുടെ ഒരു കഞ്ഞി. അതവിടെ കാണാൻ മൂടി വെക്കടി. ആദ്യം ഇതിനൊരു തീരുമാനം ഉണ്ടാക്കട്ടെ. അപ്പൊ ഞാനെന്താ പറഞ്ഞു വന്നത്? ഈ ചെമ്പല്ലി നീ എഴുതി കൊടുത്ത നാടക ഡയലോഗുകളെല്ലാം അതുപോലെ തന്നെ പറഞ്ഞേൽപ്പിക്കുന്ന ഉറപ്പാണല്ലോ. പറയാതെ തരൂല്ലല്ലോ.